നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായ ധോണിയുടെ വീര്യം അവസാനിച്ചിട്ടില്ല എന്ന് കാണിച്ചു തരുന്ന മത്സരമാണ് ഇന്നലെ നടന്നത്. 4-5 പന്ത് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ധോണി ചെന്നൈയെ ജയിപ്പിക്കുമായിരുന്നു. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 20 റൺസ് ജയം. വിജയലക്ഷ്യമായ 192 റൺസ് പിന്തുടർന്ന ചെന്നൈയുടെ ഇന്നിംഗ്സ് 171-ൽ അവസാനിച്ചു. 30 പന്തിൽ 45 റൺസ് നേടിയ അജിങ്ക്യ രഹാനെയാണ് സൂപ്പർ കിങ്സിന്റെ ടോപ്പ് സ്കോറർ. ഡൽഹിക്ക് വേണ്ടി പേസർ മുകേഷ് കുമാർ 3 വിക്കറ്റും വീഴ്ത്തി. ക്യാപ്റ്റൻസിന് സീസണിലെ ആദ്യ ജയമാണിത്. സ്കോർ ഡൽഹി ക്യാപ്റ്റൻസിൽ 20 ഓവറിൽ 5-ന് 191, ചെന്നൈ സൂപ്പർ കിങ്സ് 20 ഓവറിൽ 6-ന് 171. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈക്ക് തകർച്ചയോടെയായിരുന്നു തുടക്കം. സ്കോർ ബോർഡിൽ 7 റൺസ് ചേർക്കുന്നതിനിടെ ഓപ്പണർമാരെ നഷ്ടമായി. ക്യാപ്റ്റൻ ഋതുരാജ് 1, രജൻ രവീന്ദ്രൻ 2 എന്നിവർ 3 ഓവർ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ മടങ്ങി. പിന്നീട് ഒന്നിച്ച അജിങ്ക്യ രഹാനെയും ഡാരിൽ മിച്ചലും ചേർന്ന് സ്കോർ ബോർഡ് ചലിപ്പിച്ചു. സ്കോർ 75-ൽ നിൽക്കെ അക്ഷർ പട്ടേലിന് ക്യാച്ച് നൽകി മിച്ചൽ മടങ്ങി. സ്കോർ 100 പിന്നിട്ടതിന് പിന്നാലെ നിലയുറപ്പിച്ചു കളിച്ച രഹാനെയുടെ വിക്കറ്റും ചെന്നൈക്ക് നഷ്ടമായി. ഇമ്പാക്ട് പ്ലെയറായി ഗ്രീസിലെത്തിയ ശിവം ദുബെ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുത്തില്ല എന്നതാണ് വാസ്തവം. സമീർ റിസ്വി റണ്ണൊന്നും എടുക്കാതെ മടങ്ങി. അവസാന ഓവറുകളിൽ MS ധോണി തകർത്തടിച്ചുവെങ്കിലും ചെന്നൈയുടെ ജയം അകലെയായിരുന്നു. 16 പന്തിൽ 37 റൺസുമായി ധോണിയും 17 പന്തിൽ 21 റൺസുമായി രവീന്ദ്ര ജഡേജയും പുറത്താകാതെ നിന്നു. മത്സരം കൈവിട്ടതോടുകൂടി ചെന്നൈ പോയിന്റ് ടേബിളുകളിൽ രണ്ടാമതായി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ഒന്നാമത്. ഓപ്പണർ ഡേവിഡ് വാർണർ, ക്യാപ്റ്റൻ എന്നിവർ അർദ്ധ സെഞ്ചുറി കണ്ടെത്തിയതോടുകൂടിയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് മുന്നിൽ ഡൽഹി 192 റൺസിന്റെ വിജയലക്ഷ്യം ഉയർത്തിയത്. വാർണർ, പൃഥ്വി ഷാ എന്നിവർ ചേർന്ന് ആദ്യ വിക്കറ്റ് നേടിയ 93 റൺസിന്റെ കൂട്ടുകെട്ട് ക്യാപ്റ്റൻസിന്റെ ഇന്നിംഗ്സിൽ നിർണായകമായി. നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ഡൽഹി 191 റൺസ് നേടിയത്. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിക്കായി മികച്ച തുടക്കമാണ് ഓപ്പണർമാർ നൽകിയത്. 10-ാം ഓവറിൽ ഡേവിഡ് വാർണറെ പുറത്താക്കി മുസ്തഫിസുർ റഹ്മാനാണ് ഈ പാർട്ണർഷിപ്പ് തകർത്തത്. 35 പന്തിൽ 3 സിക്സും 5 ഫോറും അടങ്ങുന്നതാണ് ഇന്നിംഗ്സ്. 10 റൺസ് ചേർക്കുന്നതിനിടെ പൃഥ്വി ഷാ കൂടി പുറത്തായത് ഡൽഹിക്ക് ക്ഷീണമായി. രവീന്ദ്ര ജഡേജയുടെ പന്തിൽ വിക്കറ്റ് കീപ്പർ MS ധോണി പിടിച്ചാണ് താരം പുറത്തായത്. മിച്ചൽ മാർഷ്, ട്രിസ്ജർ എന്നിവർക്ക് കാര്യമായ പ്രകടനം പുറത്തിറക്കാൻ കഴിഞ്ഞില്ല. ഏറെ നാളിന് ശേഷം ക്യാപ്റ്റൻ ഋഷഭ് പന്ത് അർദ്ധ സെഞ്ചുറി നേടുന്ന കാഴ്ചയ്ക്കും വിശാഖപട്ടണത്തെ കാണികൾ സാക്ഷിയായി. 36 പന്തിൽ 51 റൺസ് നേടിയ പന്തിന് 19-ാം ഓവറിൽ മദീഷ പതിരാന ഋതുരാജ് ഗെയ്ക്വാദിന്റെ കൈകളിൽ എത്തിച്ചു. 3 സിക്സും 4 ഫോറും ഉൾപ്പെടുന്നതാണ് ഇന്നിംഗ്സ്.